ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം വേണ്ട ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. ഇതിനകത്തോട്ട് നമ്മൾ ഇനിയും വൈറ്റ് ഗ്ലൂ ആണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം വേണ്ട നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വൈറ്റ് ഗ്ലൂ. ഇനി ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസും വൈറ്റ് ഗ്ലൂവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തോട്ട് വെള്ളമാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. വെള്ളം കുറച്ച് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഒരുപാട് വെള്ളം ആദ്യമേ ഒഴിച്ച് കൊടുക്കരുത്. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ കൊണ്ട് പേസ്റ്റ് രൂപത്തിലാക്കി വേണം ഈ മിക്സ് എടുക്കാൻ. അപ്പം വേണ്ട നമ്മൾ ഈ മിക്സ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് സ്പോഞ്ച് ഷീറ്റാണ്. ഇതല്ല ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്താലും മതി. ഈ പ്ലാസ്റ്റിക് സ്പോഞ്ച് ഷീറ്റിനകത്തോട്ട് നമുക്ക് ആ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ സ്പോഞ്ച് ഷീറ്റിനകത്തോട്ട് നമുക്ക് ഈ മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒരേ കനത്തിൽ വേണം എല്ലാ വശത്തോട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അപ്പം നേരെ നമ്മളിത് ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റിക്കറൊന്നും നന്നായിട്ട് കളഞ്ഞിട്ടില്ല. ഇനി ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലെങ്തിലാണ് നമ്മൾ ഈ ഷീറ്റ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിങ്ങനെ ഈ ഒരു സൈഡിൽ വെച്ചിട്ട് റോൾ ചെയ്തൊന്ന് കൊടുക്കാം. അപ്പം നമ്മൾ ആ ഷീറ്റ് ബോട്ടിലൊന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾക്ക് ബോട്ടിൽ ഫുള്ളേ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആകാൻ വേണ്ടി വയ്ക്കാം. അപ്പം വേണ്ട നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷീറ്റ് ഒന്ന് മാറ്റാം. നമ്മളൊരു 2 മണിക്കൂറായിരുന്നു ഇതിങ്ങനെ വെച്ചിരുന്നത്. അപ്പം വേണ്ട ഇങ്ങനെ ഒരു രീതിക്കാണ് നമ്മുടെ ബോട്ടിൽ കിട്ടുന്നത്. ഇനി ഞാനിവിടെ റെഡ് അക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ബോട്ടിലൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നേരെ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് റെഡ് കളർ ഫുൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലോട്ട് ഗ്രീൻ കളറാണ് അടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്.
അപ്പോൾ നമ്മുടെ റെഡ് കളറും ഗ്രീൻ കളറും നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലേയിൽ ലീഫ് ചെയ്തെടുത്തേക്കുന്നതാണ്. എന്നിട്ട് ഗ്രീൻ കളർ അടിച്ചു കൊടുത്തേക്കുന്നതാണ്. ഇത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുവാണ്. എന്നിട്ട് ഈ ലീഫ് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ആ റൗണ്ട് ഫുള്ള് ലീഫ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ബ്ലാക്ക് അക്രിലിക് കളറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആ പ്രസ് ചെയ്ത് ഷേപ്പ് വരുത്തിയെടുത്ത് ആ ബ്ലാക്ക് കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം വേണ്ട നമ്മുടെ ബോട്ടിൽ ഫുള്ള് ആ ബ്ലാക്കും ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ പ്രസ് ചെയ്ത് കൊടുത്ത് ഷേപ്പ് ആക്കിയതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പിൻ്റെ ഇടയ്ക്കും ബ്ലാക്ക് കൊണ്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്.